എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന നിരഞ്ജന മാഡം പല്ലവിയെ വിളിപ്പിക്കുകയാണ്. പല്ലവിയോട് പറഞ്ഞ് അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറയണം. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു എവിടെ വരണമെന്ന് മാഡം പറഞ്ഞാൽ മതി, കാണാന്ന് പറയണം. അങ്ങനെ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് പല്ലവി സേതുവിനോട് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല സേതുവേട്ടാ, നിരഞ്ജന മാഡം കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി ആ ഇന്ദ്രനെ കുറിച്ചുള്ള വല്ല വിവരം കിട്ടിയിട്ടാണെന്ന് അറിയത്തില്ലെന്ന് പറയാം. ചിലപ്പോ അങ്ങനെയായിരിക്കും, പറയാൻ പറ്റില്ല. ഇന്ദ്രനല്ലേ ആള്. പിന്നീട് സേതുവിനോട് പറഞ്ഞു സേതുവേട്ടനും കൂടെ എൻ്റെ കൂടെ ഒന്ന് വരുമോന്ന് ചോദിക്കണം. ശരി ഞാനും വരാന്ന് പറയണം. അങ്ങനെ സേതുവും പല്ലുവയും കൂടെ നിരഞ്ജന മാഡത്തിനെ കാണാനായിട്ട് പോവാണ്. അങ്ങനെ നിരഞ്ജന മാഡത്തിനെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോ മാഡം പറഞ്ഞു അതെ ഇന്ദ്രൻ എന്താളും മരിച്ചിട്ടില്ല എന്ന് പറയണം. ഇത് കേട്ടതും പല്ലവി വെച്ചു ഉറപ്പാണ് മാഡം എന്ന് ചോദിക്കാം. ഉറപ്പാണ്, അവൻ അവന്റെ വീട്ടിൽ അവന്റെ അമ്മേനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പറയാം. പക്ഷേങ്കില് ജസ്റ്റ് മിസ്സായി പോയി. ഞങ്ങൾ എത്തിയപ്പോഴത്തേനും അവൻ അതിവിദഗ്ധമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടെന്ന് പറയാം. പക്ഷെ ഇനി അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടതും സേതു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി ഉടനെ ഒന്നും അവൻ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ വഴിയില്ല മാഡം. കാരണം ഒന്ന് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതുകൊണ്ട് ഇനി അവൻ അങ്ങനെ പെട്ടെന്നൊന്നും ഇറങ്ങില്ല എന്ന് പറയണം. അതെനിക്കറിയാം, പക്ഷെ അവന്റെ മാളത്തിൽ നിന്ന് പുറത്തിറക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറഞ്ഞാൽ പല്ലവിയാന്ന് പറയണേ. ഞാൻ എന്ത് ചെയ്യണമെന്നാ മാഡം പറയണേ. പല്ലവി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലണം എന്ന് പറയണേ. ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ ചെല്ലാനോ? പല്ലവി അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും അങ്ങോട്ടേക്ക് വരും. അവൻ അവിടെ വരാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാ. അങ്ങനെ അവൻ വരുവാണെങ്കിൽ അവനെ നമുക്ക് പിടികൂടാൻ പറ്റുമെന്ന് പറയാ. അല്ല മാഡം അത് പിന്നെ എനിക്ക് എന്നൊക്കെ പറയണം. പല്ലവി പേടിക്കൊന്നും വേണ്ട, എപ്പോഴും പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പല്ലവിക്ക് ഒരു ആപത്തും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പല്ലവി ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ലണം. പല്ലവി പറയണം എന്റെ ഭർത്താവിന്റെ വീട് ഞാൻ എവിടെയാ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് പല്ലവി ധൈര്യമായിട്ട് ചെല്ലണം. പല്ലവി ചെന്നെന്നറിഞ്ഞാൽ ഇന്ദ്രൻ എവിടെയാണെങ്കിലും വരും. കാരണം ആ സെക്കൻഡ് തന്നെ രാജലക്ഷ്മി വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും. പല്ലവിനെ ആണല്ലോ അവന് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവൻ തന്നെ വന്ന് കെണിയിലേക്ക് വീണോളൂ എന്ന് പറയണം. പല്ലവി ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി. ഞാൻ എന്റെ നിർദ്ദേശം പറഞ്ഞേ. അല്ലെങ്കിൽ ഇനി പെട്ടെന്നൊന്നും അവൻ പുറത്തിറങ്ങാൻ പോകുന്നില്ല. അവൻ ഇറങ്ങിയില്ലെങ്കിൽ അറിയാലോ. പല്ലവി ഇപ്പോഴും മോചിതയായിട്ടൊന്നുമില്ല, ഒരു സസ്പെക്ട് തന്നെയാണ് പല്ലവി. അവന്റെ ബോഡി കിട്ടാത്തോടത്തോളം കാലം എന്താ സംഭവിക്കുന്നത് നമുക്കൊന്നും പറയാനും പറ്റില്ല എന്ന് പറയാം. പിന്നീട് നിരഞ്ജന മാഡം പോവാണ്. പോയി കഴിയുമ്പോഴത്തേനും സേതു പല്ലവിയോട് പല്ലവി എന്ത് തീരുമാനിച്ചെന്ന് ചോദിക്കുക. എനിക്കറിയില്ല സേതുവേട്ടാ. പല്ലവി ഇത് പല്ലവിയുടെ ജീവിതമാണ്. ദേ വെറുതെ പോയി നമ്മൾ ലാഭത്തിലേക്ക് ചാടി കൊടുത്തിട്ട് കാര്യമില്ല. ഇല്ല, നിരഞ്ജന മാഡം പറയുന്നതിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷെ മാഡം പറയുന്ന പോലെ അനുസരിക്കുവാണെങ്കിൽ ആ ഇന്ദ്രനെ നമുക്ക് മാളത്തിൽ നിന്ന് വെളിയിൽ ഇറക്കാണ്ട് സാധിക്കുമെന്ന് പറയാം. മാഡം പറയുന്ന പോലെ ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചെന്ന് പറയണം. അല്ല പല്ലവി നന്നായിട്ട് ആലോചിച്ചിട്ടാണെന്ന് ചോദിക്കും. അതെ ആലോചിച്ചിട്ട് തന്നെയാ. ഞാൻ നോക്കിയിട്ട് വേറെ ഒരു മാർഗവും കാണുന്നില്ല. അവൻ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ അവിടെ എത്തിയെന്ന് അറിഞ്ഞാൽ മാത്രമേ അവൻ പുറത്തേക്ക് ഇറങ്ങുള്ളൂ എന്ന് പറയണം. പിന്നീട് സേതു പറഞ്ഞു അല്ല പല്ലവി ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. പല്ലവി വീട്ടുകാരറിഞ്ഞിട്ടാണ് മാഷയ്ക്ക് അറിഞ്ഞ് ഇതിന് സമ്മതിക്കുമെന്ന് ചോദിക്കാം. അത് തൽക്കാലത്തേക്ക് അച്ഛനോടും അമ്മയോടൊന്നും പറയണ്ട. കാരണം ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വല്ലാത്ത ടെൻഷൻ. അവരോട് ആരോടും പറയണ്ട. അല്ല പൂർണ്ണാമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കുമെന്ന് ചോദിക്കാം. അമ്മയ്ക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലായിരിക്കും. അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ എന്ന് പറയണം. അങ്ങനെ അവര് തിരികെ വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ പൂർണ്ണിമയുടെ അടുത്ത് പോയിട്ട് പല്ലവി ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇന്ദ്രൻ മരിച്ചിട്ടില്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണ്ണിമ പറഞ്ഞു അവനെ എത്രയും പെട്ടെന്ന് അനക്കായോടെ പിടികൂടണമെന്ന് പറയാം. ഇത് കേട്ടപ്പം സേതു പറഞ്ഞു അതിനു വേണ്ടിയുള്ള ഒരു ഉപാധിയാണ് നിരഞ്ജന മാഡം പറഞ്ഞു തന്നേന്ന് പറയണം. പിന്നെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ ചോദിച്ചു അല്ല മോൾക്ക് വിശ്വാസം ഉണ്ടോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഉറപ്പായിട്ടും അയാളെ പിടികൂടാൻ പറ്റുമെന്ന്. അയാളെ പിടികൂടണമല്ലോ, അല്ലെങ്കിൽ അച്ഛന്റെ കല്യാണത്തിന് മുമ്പ് പിടികൂടിയില്ലെങ്കിൽ അറിയാലോ എനിക്ക് ആ കല്യാണത്തിൽ പങ്കെടുക്കാനോ ആ പരിസരത്തേക്ക് വല്ലതും വരാൻ പറ്റില്ല. പ്രതാപനെ വെല്ലുവിളിച്ചിരിക്കല്ലേ, പ്രതാപ് വേണ്ട ബെറ്റ് വെച്ചിരിക്കുന്നല്ലേ. സേതുവേണ്ട തലയുയർത്തി പിടിച്ച് ആ കല്യാണത്തിന്റെ സമയത്ത് നിൽക്കണമെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇന്ദ്രനെ പിടികൂടണമെന്ന് പറയണം. സേതു പറഞ്ഞു അത് ശരിയാ, അതെന്താണെങ്കിലും ഞാൻ അവൻ ജീവിച്ചിരിപ്പണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് എന്താണെങ്കിലും ഞാൻ അവനെ പിടികൂടും. അവനെ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയണം. എന്റെ കൈ കിട്ടുവാണെങ്കിൽ പിന്നെ അവന്റെ കാര്യത്തിലൊരു തീരുമാനമായെന്ന് പറയാ. പെട്ടെന്ന് പൂർണ്ണ പറഞ്ഞു വേണ്ട, ഇപ്പൊ തൽക്കാലത്തേക്ക് അതിനൊന്നും പുറപ്പെടണ്ട. അറിയാലോ അച്ഛന്റെ വിവാഹമാണ്, അതിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നങ്ങളും ചെന്ന് ചാടിയേക്കല്ല. വിവാഹമൊക്കെ നല്ല മംഗളകരമായിട്ട് തന്നെ നടക്കണമെന്ന് പറയണം. ഇതിനുശേഷം നിഖില് അച്ഛനെ വിളിച്ചിട്ട് കാണണമെന്ന് പറയാണ്. അച്ഛനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു കാണാനായിട്ട്. കാരണം നിഖിലുമായിട്ടൊരു ബന്ധത്തിന് അച്ഛന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം. അച്ഛന് ഇഷ്ടം ശ്രീഹരിനെയാണ്. ശ്രീഹരിയുടെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ ഇതിനായിട്ടൊരു പോസിറ്റീവായിട്ടൊരു മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ നിഖിലിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ അച്ഛനെ പണ്ടത്തെ പോലെയല്ല, നല്ല ധൈര്യമൊക്കെ ഉണ്ട്. നിഖിലിന്റെ മുഖത്ത് നോക്കി 4 വർത്താനം പറയാനുള്ള ധൈര്യമൊക്കെ അച്ഛനുണ്ട്. നേരത്തെ ആയിരുന്നെങ്കിൽ അച്ഛനും ആകെപ്പാടെ ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ നിഖില് വിളിച്ചപ്പോൾ നിഖിലിനെ കാണാനായിട്ട് അങ്ങ് ചെല്ലുവാണ്.
അങ്ങനെ കണ്ടിരുമ്പത്തിന് നിഖിൽ ചോദിച്ചു, എന്താ അച്ചു, കല്യാണത്തിന് ഇനി അധിക ദിവസങ്ങളൊന്നും ഇല്ലല്ലോ, നിനക്കെന്താ ഞാൻ വിളിച്ച ഫോൺ എടുക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അച്ചു പറഞ്ഞു, അത് നിഖിലേ, എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല, അറിയാലോ, കല്യാണത്തിന് ശേഷം എന്റെ പോളിസി അതാണ്. അതിനു മുമ്പ് എനിക്കിങ്ങനെ ഈ പ്രണയ സല്ലാപങ്ങളൊന്നും നടത്താൻ താല്പര്യമില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും നിഖിൽ പറഞ്ഞു, എനിക്ക് എന്റേതായ ചില ഇഷ്ടങ്ങളുണ്ട്, അതിനനുസരിച്ച് വേണം നീ ജീവിക്കാനായിട്ട്. നീ എന്നോടൊപ്പം ജീവിക്കേണ്ട പെണ്ണാ, അപ്പൊ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണ്ട ജീവിക്കാനെന്ന് ചോദിക്കാം. അതെ, നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല. എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിനനുസരിച്ച് നിൽക്കുള്ളൂ നിഖിലെ. അതിപ്പോ നീ എന്നല്ല ആര് പറഞ്ഞാലും ശരി, അതിനൊരു മാറ്റം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാം. ഓഹോ, അപ്പൊ നിനക്കെന്താ ഈ കല്യാണത്തിന് അത് താല്പര്യം ഇല്ലേന്ന് ചോദിക്കും. കല്യാണത്തിന് താല്പര്യമില്ലെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചു, ഞാൻ സമ്മതിക്കുന്നു, അതിലപ്പുറം എനിക്കൊന്നുമില്ല എന്ന് പറയാം. ഇത് കേട്ടത് നെഹിലിന് തോന്നി, ഇനി എന്തേലും കൂടുതൽ പറഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ മുഖത്തടിക്കുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാലോ, തൽക്കാലത്തേക്ക് മൗനം പാലിക്കുന്നതാണ് ഇവിടെ നല്ലത്. പക്ഷെ ഇവൾക്കിട്ട് വെച്ചിട്ടുണ്ട്, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഇവളുടെ കഴുത്തിൽ താലി ചാർത്തി കഴിഞ്ഞാൽ പിന്നെ ഇവൾക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ താൻ പറയുന്നതൊക്കെ ഇവള് അനുസരിക്കും, തന്റെ അടിമയായിട്ട് താൻ ഇവളെ കൊണ്ടു നടക്കും, കാണിച്ചു കൊടുക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസം ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ പാടിന് വേണ്ടി തനിക്ക് കുഴപ്പമൊന്നുമില്ല, കിട്ടാനുള്ള സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ കിട്ടണം, അത് പ്രതീക്ഷ മാത്രമേ ഇവളുടെ കഴുത്തിൽ താലി ചാർത്താനായിട്ട് താൻ സമ്മതിക്കുന്നതല്ലേ. അല്ലെങ്കിൽ പിന്നെ എത്രയോ പെൺകുട്ടികളുണ്ടായിരുന്നു ഇവളെക്കാരും കാണാൻ നല്ല സുന്ദരിയൊക്കെ, അതിനെ കെട്ടിക്കൂടെ. പിന്നീട് നെഹിലിനോട് പറഞ്ഞതേ, ഞാൻ പോയേക്കുമെന്ന് പറയണം. പെട്ടെന്ന് നിഖിൽ ചോദിച്ചു, ഇതെന്താ അച്ചു, വന്ന ഉടനെ നമുക്കൊരു കാര്യം ചെയ്യാം, റെസ്റ്റോറൻറ്റിൽ പോയി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പോകാന്ന് പറയാം. വേണ്ട, എനിക്കതിന് സമയമില്ല, എനിക്ക് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടെന്ന് പറയണം. തിരക്കുകളോ, എന്നോടൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് നിനക്ക് സമയമില്ലെന്ന് ചോദിക്കാം. അതിന് സമയമുണ്ടല്ലോ, കല്യാണ ശേഷം ഉണ്ടല്ലോ, അത് മതിയെന്ന് പറഞ്ഞിട്ട് അച്ചു കയറി അങ്ങോട്ട് പോവാണ്. നിഖിൽ അത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല. പിന്നീട് നിഖില് നേരെ പോകുന്ന ഇന്ദ്രനെ കാണാനായിട്ടാണ് പോകുന്നത്. ഇന്ദ്രനെ കാണാൻ ചെന്നപ്പോ ഇന്ദ്രൻ പറഞ്ഞു, ദേ ജസ്റ്റ് മിസ്സാ, ഞാൻ ഇന്നലെ ഒന്ന് പിടിക്കപ്പെടണ്ടെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നിഖിലിന്റെ നെഞ്ചിനകത്ത് ഒരു വെള്ളരി വെട്ടി. ഇന്ദ്രന്റെ ആ സംസാരം കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് നിഖിൽ പറഞ്ഞു, നിന്നോട് പറഞ്ഞല്ലേ ഇന്ദ്ര, പോയി ചാടിക്കൊടുക്കരുതെന്ന്. എങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെ അറിയാലോ, ഒരു കാരണവശാലും ഇനി അവര് നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇത്രയധികം നീ ഒളിച്ചു കളിക്കുന്ന സ്ഥിതിക്ക് നിന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിന്നെ നേരെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. നീ മനഃപൂർവ്വം ഒരു കഥ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വ്യക്തമാണെന്ന് പറയണം. എടാ നിഖിലേ, അവരെന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും എന്നെ പിടികൂടാനൊന്നും പോകുന്നില്ല. എന്നെ പിടികൂടണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കണം, അല്ലാതെ അവരുടെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. വീടിന് ചുറ്റും പോലീസിനെ വല വിരിച്ചിരിക്കുവാന്ന് തോന്നേ എന്നെ പിടികൂടാൻ വിട്ട്. പക്ഷെ ആ വലയിലൊന്നും ഇനിയിപ്പോയി ഇന്ദ്രൻ വീഴത്തില്ലെന്ന് പറയാം. ഇത് കേട്ടൻ നിഖിൽ പറഞ്ഞു, സൂക്ഷിച്ചും കണ്ടും വേണം, അറിയാലോ, നിന്നോട് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞ കാര്യം, എന്റെ കല്യാണമാണ്, എന്റെ കല്യാണത്തിനിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന്. ഇത് എത്ര വട്ടം നീ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഇനി അതുകൊണ്ട് നീ അതോർത്ത് പേടിക്കൊന്നും വേണ്ട, നിനക്ക് ഞാൻ കാരണം ഒരു ശല്യവും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല, അറിയാലോ, നീ പൊയ്ക്കോളാൻ പറയണം. അങ്ങനെ നിഖിൽ തിരിച്ചു പോരുവാണ്. ആ സമയത്ത് പൂർണിമയുടെ അടുത്ത് സ്വാതി വരുവാണ്. സ്വാതി വന്നിട്ട് പറഞ്ഞു, അതെ, ഇനിയിപ്പോ കല്യാണത്തിന് അധിക ദിവസമൊന്നും ഇല്ലല്ലോ എന്ന് പറയണം. അപ്പോഴേക്ക് ഋതുവും വന്നു. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ട അമ്മയെന്ന് ചോദിക്കുക. അത് നിങ്ങൾ ഓർക്കണ്ട, അതൊക്കെ സേതു അതിന്റെ കൃത്യസമയത്തെല്ലാം നടത്തിക്കോളൂ എന്ന് പറയണം. അമ്മ സേതു സേതു എന്ന് പറയുന്നല്ലാതെ ഇതുവരെയായിട്ട് ഈ പറയുന്ന സേതു ഒന്നും ചെയ്ത് കാണുന്നില്ല എന്ന് പറയാം. അതെ, അതിന്റെ സമയമായിട്ടില്ല, അതിന്റെ സമയമാകുമ്പോൾ ചെയ്തോളൂ എന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കും. അമ്മേ, ഒരു കാര്യം പറഞ്ഞേക്കാം, ആ കല്യാണത്തിന്റെ സമയത്ത് പല്ലവി അവിടെ വരാൻ പാടില്ല, അറിയാലോ. പല്ലവി കാണും ഇപ്പൊ മനുഷ്യന് കോളേജിൽ പോലും തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. കോളേജിലേക്ക് ചെല്ലാൻ വരാ, കോളേജ് ലെക്ചറർ ആയിരുന്നല്ലോ ഇങ്ങനെ ഈ മാൻ മിസ്സിംഗ് കേസിലെ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവരുടെ കളിയാക്കലും എനിക്ക് എന്തുമാത്രം നാണക്കേടുണ്ടെന്ന് അറിയാവോ. ഇത് കേട്ടാൻ പൂർണ്ണം പറഞ്ഞു, നിനക്ക് അത്ര നാണക്കേടാ, നീ കോളേജിൽ പോണ്ട, വീട്ടിൽ ഇരുന്നോളാൻ പറയണ. പല്ലവി എന്താണല്ലോ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന് നിനക്കൊക്കെ അറിയാവുന്നല്ലേ, പിന്നെ നീയൊക്കെ എന്തിനാ ഈ പല്ലവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കണേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഋതു പറഞ്ഞു, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ദേ കല്യാണത്തിന് സമയത്ത് പല്ലവി അവിടെ വരാൻ പാടില്ലെന്ന് പറയാം, അത് നീയാണോ തീരുമാനിക്കുന്നു ചോദിക്കും. പിന്നല്ലാതെ അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് പല്ലവി അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഓരോന്ന് പറഞ്ഞ് ചോദ്യം പറിച്ചിലൊക്കെ തുടങ്ങും. പിന്നെ നാണക്കേട് ആർക്കാ, നമ്മുടെ അച്ഛനൊക്കെ അല്ലേ. അവളാണെങ്കിലോ ഇപ്പോഴും അതിനകത്ത് പ്രതി തന്നെയാ, ആ ഇന്ദ്രനെ കൊലക്കേസിൽ പ്രതി തന്നെയാന്ന് പറയാ. ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, അവൾ ആരെയും കൊന്നിട്ടൊന്നുമില്ല, അതെന്താളും തെളിവെന്നുള്ള കാര്യം ഉറപ്പാന്ന് പറയണം. തെളിഞ്ഞിട്ടൊന്നും ഇല്ലോ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ, തെളിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിച്ച പോരേന്ന് പറയണം. അങ്ങനെ അന്ന് രാത്രി കിടന്നിട്ട് പല്ലവിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ നിരഞ്ജന മാഡം പറഞ്ഞ പോലെ താൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കയറി ചെല്ലണം, താൻ അവിടെ കയറി ചെന്നാൽ മാത്രമേ ഇനി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇന്ദ്രനെ പുറത്തിയാടിക്കണമെങ്കിൽ താൻ അവിടെ കയറി ചെല്ലണം. പക്ഷെ ഒരു ഭയമൊക്കെ ഉണ്ട്, ആ രാജലക്ഷ്മി അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല ആള്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള തനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ, അങ്ങനെയൊക്കെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് പല്ലവി അങ്ങനെ ഉറങ്ങാനായിട്ട് കിടക്കുന്നത്. എന്തായാലും നാളെ തന്നെ പോകണം, അധികം വൈകിപ്പിച്ചുകൂടാ കാര്യങ്ങളൊക്കെ, എത്രയും പെട്ടെന്ന് തന്നെ അവനെ കണ്ടെത്തണം, അവൻ പുറത്തു വന്നാൽ മാത്രമേ തനിക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് പല്ലവി ഉറങ്ങാൻ കിടക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ
പല്ലവി നേരെ എന്ത് ചെയ്യണം, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ തയ്യാറാകുവാണ്. ഈ സമയം സേതു എന്നിട്ട് ചോദിച്ചു, ഒന്നുകൂടെ ആലോചിച്ചിട്ട് വരെ പല്ലവിനെ ചോദിക്കുകയാണ്. ഇനി എനിക്കൊന്നും ആലോചിക്കാനല്ല സേതുവേട്ടാ, ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു, അങ്ങോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാണ്. അങ്ങനെ പല്ലവി നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലുവാണ്. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വന്ന് കഥ തുറക്കുന്ന രാജലക്ഷ്മിയാണ്. പല്ലവിനെ കണ്ടോടനെ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. എന്റെ മകനെ കൊന്നിട്ട് നിനക്ക് നാളെ വെല്ലേടി ഇറങ്ങി നടക്കാനായിട്ട് നിന്നെ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു, നിങ്ങളുടെ മകനെ കൊന്നെന്നോ? നിങ്ങളുടെ മകനെ കൊന്ന ആരാ പറഞ്ഞേ? നിങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പഴും നിനക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഇതെന്റെ ഭർത്താവിന്റെ വീടാ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. ഭർത്താവിന്റെ വീടോ? ഏത് ഭർത്താവിന്റെ വീട്? ഓ, അപ്പൊ ഇത്ര പെട്ടെന്ന് നിങ്ങൾ മറന്നുപോയോ? നിങ്ങളുടെ മകന്റെ ഭാര്യ ഞാനെന്ന് പറയാ. ഇവിടെ എനിക്ക് വരാനും പോകാനുള്ള എനിക്ക് അധികാരം അവകാശമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് അകത്തേക്ക് കയറുകയാണ്. ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് രാജലക്ഷ്മി, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.